എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഏകദേശം 2 വർഷത്തോളമായി ഞാൻ എൻ്റെ ബാക്ക്യാർഡിലുള്ള ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ്റെ വീഡിയോകൾ ചെയ്തിട്ട്. കാരണം ഇവിടെ പുതിയ അടുക്കളയുടെ പണി നടക്കുന്ന സമയത്ത് കൃഷിയൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. വീടിൻ്റെ എക്സ്റ്റൻഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും പഴയതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ കൃഷികളൊക്കെ തുടങ്ങിയതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ. നമുക്ക് നേരെ മെൽബണിലുള്ള എൻ്റെ ചെറിയൊരു അടുക്കള തോട്ടത്തിലേക്ക് പോകാം. വെൽക്കം ടു ജോയ്ജൂസ് ഹോം വീഡിയോസ്. ഇപ്പോൾ ഞാനിവിടെ കൃഷി ചെയ്യുന്നത് സാലഡിനും മറ്റും ഉപയോഗിക്കാനുള്ള കുക്കുംബർ, വഴുതന, വിവിധയിനം ബീൻസുകൾ, വെണ്ടയ്ക്ക, കോവൽ, തക്കാളി തുടങ്ങിയ പച്ചക്കറികളാണ്. അവയുടെ ഇടയിലായി മാരിഗോൾഡ് എന്ന ഇനത്തിൽപ്പെട്ട പൂച്ചെടികളും നട്ടിട്ടുണ്ട്. ഇവയുടെ പൂക്കൾ ഗാർഡനിലേക്ക് ധാരാളം പ്രാണികളെയും തേനീച്ചകളെയും ആകർഷിക്കുകയും അവ ചെടികളുടെ പരാഗണത്തിന് സഹായിക്കുകയും ചെയ്യും. ഇതുകൂടാതെ ഇലച്ചെടികളായ ബീറ്റ്റൂട്ട്, കേൽ ചീര എന്നിവയും പച്ചമുളക്, ക്യാപ്സിക്കം തുടങ്ങിയ മുളക് വർഗ്ഗങ്ങളും വളർന്നു വരുന്നുണ്ട്. ഈ ചട്ടിയിൽ വളരുന്നത് പുതിനയിലയും പുറകിലായി കാണുന്നത് ലൈം ഇനത്തിൽപ്പെട്ട നാരകവുമാണ്. എയർപോർട്ട് എന്ന ഇനത്തിൽപ്പെട്ട ഒരു പ്രത്യേക ഇനം ചെടിച്ചട്ടികളിൽ വളരുന്ന കറിവേപ്പ് ചെടികളാണ് ഈ കാണുന്നത്. 1-2 ചെറിയ കറിവേപ്പ് തൈകളും വലിയൊരു സ്റ്റീൽ ചട്ടിയിൽ വളരുന്ന കറിവേപ്പ് മരവുമാണിത്. പുറകിലായി തൽക്കാലത്തേക്കായി ചട്ടിയിൽ നട്ടിരിക്കുന്ന ഒരു വാഴയും ചെമ്പരത്തിയും പിന്നെ ചേമ്പുമാണ് ഈ കാണുന്നത്. ഇനി ഞാൻ വിളഞ്ഞു പാകമാവുന്ന ബീൻസ് പറിച്ചെടുക്കുകയാണ്. ഇന്ന് മോശമില്ലാത്ത വിളവുണ്ട്. ഇന്ന് ഞാൻ പറിച്ചെടുത്തത് 750 ഗ്രാം ഫ്രഷ് ബീൻസ് ആണ്. നോ പെസ്റ്റിസൈഡ്സ് ഓർ കെമിക്കൽസ് ആൻഡ് കംപ്ലീറ്റ്ലി ഓർഗാനിക്. പഴയ വെജിറ്റബിൾ പാച്ചുകളെല്ലാം പൊളിച്ച് പുതിയവ ഉണ്ടാക്കുന്നതിൻ്റെ വിവിധ സ്റ്റേജുകളാണ് ഇനി കാണുന്നത്. താല്പര്യമുള്ളവർ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. തടിയും സ്റ്റീലും മറ്റും ഉപയോഗിച്ചുണ്ടാക്കിയിരുന്ന പഴയ വെജി പാച്ചുകൾ പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ചാല് കീറി കോൺക്രീറ്റ് ചെയ്ത് അതിനു മുകളിൽ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ച് ബോക്സുകൾ ഉണ്ടാക്കി. ഈ ബോക്സുകളിൽ ലാൻഡ്സ്കേപ്പിംഗ് ഫാബ്രിക് ഉപയോഗിച്ച് ലൈനിങ് ചെയ്തിട്ടാണ് മണ്ണ് നിറച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന പഴയ മണ്ണ് അടിയിലും പുതിയ നല്ല മണ്ണ് മുകളിലുമായി നിറച്ചിട്ട്
3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ തൈകൾ നട്ടത്. ഇത്തവണ തണുപ്പ് കുറച്ച് കൂടുതലായിരുന്നതിനാൽ ആദ്യമൊക്കെ വളർച്ച കുറവായിരുന്നിട്ടും വേനൽ മൂത്തതോടുകൂടി എല്ലാം നന്നായി വളർന്നു വരുന്നുണ്ട്. ഇനിയും ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.